നേരിൻ്റെ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്നേഹമാണ് ഏറ്റവും വലിയ ആയുധം. എത്ര കിരാതനാണെങ്കിലും ക്രൂരനാണെങ്കിലും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചാൽ അതിനു മുമ്പിൽ അലിയാത്തവരാരും തന്നെയില്ല. ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ ശക്തി ഒരായുധത്തിനും ഇല്ല എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. സ്നേഹം ശക്തിയുള്ളതാണ്. സ്നേഹത്തിന് ജീവിതങ്ങളെ മാറ്റിമറിക്കാൻ കഴിയും. 1990കളിൽ ലോസ് ആഞ്ചലസിലുള്ള ഒരു ഹോസ്പിറ്റലിൽ സംഭവിച്ച ഒരു സംഭവ കഥ കേട്ടിട്ടുണ്ട്. അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു സഹോദരി അന്വേഷിച്ച് കയ്യിൽ റിവോൾവറുമായി മറ്റൊരു സ്ത്രീ കടന്നു വരുവാനിടയായി. സോഫിയ വൈറ്റ് എന്നു പേരുള്ള ഈ സഹോദരി തൻ്റെ കയ്യിൽ റിവോൾവറുമായി വന്നത് തൻ്റെ ഭർത്താവിനെ തട്ടിയെടുത്തു എന്ന കാരണത്താൽ എലിസബത്ത് സ്റ്റാറ്റനെ കൊല്ലേണ്ടതിനു വേണ്ടിയാണ്. അതിശീഘ്രം ഹോസ്പിറ്റലിലേക്ക് വന്ന സോഫിയ വൈറ്റ് എലിസബത്ത് സ്റ്റാറ്റിന് നേരെ പല ആവർത്തി നിറയൊഴിക്കുവാനിടയായി. ദേഹമാകും ചോര പുരണ്ട് സോഫിയ വൈറ്റ് വളരെ ഭ്രാന്തിയെപ്പോലെ അവിടെയെല്ലാം ഓടി നടക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ആ സീനിൽ നിന്ന് എലിസബത്ത് സ്റ്റാറ്റൻ ഓടി രക്ഷപ്പെട്ടു. നേരെ പോയത് തനിക്ക് വെടിയേറ്റതുകൊണ്ട് എമർജൻസി റൂമിൽ ശുശ്രൂഷകൾ ലഭിക്കേണ്ടതിനു വേണ്ടിയാണ്. പക്ഷേ സോഫിയ വൈറ്റ് വിടുവാൻ ഭാവമുണ്ടായിരുന്നില്ല. അവളും പിന്നാലെ ചെന്നു. ഹോസ്പിറ്റലിലെത്തി വീണ്ടും എലിസബത്ത് സ്റ്റാറ്റിന് നേരെ വെടിയുതിർക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ജോൺ ബ്ലാക്ക് എന്നു പേരുള്ളൊരു നേഴ്സ് ഒരു ഭയവും കൂടാതെ സോഫിയ വൈറ്റിൻ്റെ അടുക്കിലേക്ക് വന്നു. എല്ലാവരും വീർപ്പടക്കി നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ജോൺ ബ്ലാക്ക് സോഫിയ വൈറ്റിനെ ആലിംഗനം ചെയ്തു. സ്നേഹത്തോടെയുള്ള ആലിംഗനം. ആ ആലിംഗനത്തിൽ സോഫിയ വൈറ്റ് അടിമുടി ഉരുകുവാൻ തുടങ്ങി. അപ്പോഴും അവളുടെ കയ്യിൽ ആ റിവോൾവറുണ്ട്. ആളുകൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ജോൺ ബ്ലാക്കിനെ വെടിവെക്കുവാനെന്ന രീതിയിൽ തൻ്റെ കയ്യിലെ റിവോൾവർ ഉയർത്തുന്നത് ആളുകൾ ശ്രദ്ധിച്ചു. ജോൺ ബ്ലാക്ക് ആ റിവോൾവർ തട്ടിമാറ്റി. എന്നിട്ട് വീണ്ടും അവളെ അടക്കി പിടിച്ച് ആലിംഗനം ചെയ്തു. ഏറ്റവും ഒടുവിൽ സോഫിയ വൈറ്റിനെ അവിടെ നിന്ന് ശാന്തമായി ചില കാര്യങ്ങൾ പറഞ്ഞ് ഭയപ്പെടുത്തി. ജോൺ ബ്ലാക്ക് പറഞ്ഞു, നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, എല്ലാവർക്കും വേദനകളുണ്ട്. നിന്റെ വേദന വലുതാണെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ ആ വേദനയ്ക്ക് പൂർണ്ണ പരിഹാരം തരാനൊന്നും എന്നെ കൊണ്ടാവില്ല. പക്ഷേ നമുക്ക് സംസാരിക്കാം, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കണം. ജോൺ ബ്ലാക്കിന്റെ വാക്കുകൾ കേട്ടപ്പോൾ സോഫിയ വൈറ്റ് ശാന്തയായി. അവള് റിവോൾവറൊക്കെ മാറ്റി പതിയെ അവരുടെ വികാര വിക്ഷോഭങ്ങളിൽ നിന്നൊക്കെ മോചിതയായി ശാന്തമായിട്ടിരിക്കുവാൻ തുടങ്ങി. ചില നാളുകൾ കഴിഞ്ഞ് ജോൺ ബ്ലാക്കിനെ പത്രപ്രവർത്തകർ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. വെടിയുതിർക്കുവാനായി ഹോസ്പിറ്റലിലേക്ക് ഓടി വന്ന സോഫിയ വൈറ്റിൽ ഞാൻ കണ്ടത് ഹൃദയത്തിൽ വേദനയും ഒരുപാട് സങ്കടങ്ങളും പേറുന്ന ഒരു രോഗിയെയാണ്. അവളെ അങ്ങനെ വിട്ടുകൊടുത്താൽ എല്ലാം അവൾ നശിപ്പിക്കും. എന്നാൽ ആ വേദന കണ്ട് അവളെ സ്നേഹിക്കാൻ തയ്യാറായാൽ ജീവിതത്തിലേക്ക് അവളെ മടക്കിക്കൊണ്ടുവരുവാൻ കഴിയും എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഒരു നേഴ്സ് എന്ന നിലയിൽ എൻ്റെ ലക്ഷ്യവും അതുതന്നെയല്ലേ, രോഗികളെ ചികിത്സിക്കുക. ഇവിടെ
സോഫിയ വൈറ്റ് ശാരീരികമായ രോഗിയല്ല, അവളുടെ രോഗം മനസ്സിലാണ്. വേദനയുടെ ആഴം, അവൾ അനുഭവിച്ച മുറിവുകളുടെ വലിപ്പം, ഇങ്ങനെ അവളെ ആക്കിയത് അതുകൊണ്ട് മാത്രമാണ്. സത്യം പറഞ്ഞാൽ ജോൺ ബ്ലാക്ക് പറഞ്ഞതാണ് ഇന്ന് ഈ ലോകത്തിൻ്റെ സ്ഥിതി. വിവിധ നിലകളിൽ മുറിവേറ്റവരാണ് നമ്മൾ, വേദന പേറുന്ന ഒരുപാട് ആളുകൾ. അതുകൊണ്ട് തന്നെ പല പ്രതികരണങ്ങളും മുറിവേറ്റ വികാരത്തിൽ നിന്നുണ്ടായതാണ്, അല്ലെങ്കിൽ ഉണ്ടാവുന്നതാണ്. നമ്മുടെ വേദനയുടെ ഒരു പ്രതിഫലനമാണ് നമ്മുടെ ജീവിതത്തിലെ ചില സ്വഭാവങ്ങളൊക്കെ. സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചാൽ മാറാത്തവരായി ആരുമില്ല. പക്ഷെ സ്നേഹിക്കാൻ ആരുമില്ല എന്നതാണ് സത്യം. ഒരു നല്ല ലോകം കെട്ടിപ്പടുക്കണ്ടേ? മുറിവേറ്റവരെ അവർ രോഗിയാണെന്ന് മനസ്സിലാക്കി അവരെ ആലിംഗനം ചെയ്യുവാൻ, ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിഞ്ഞാൽ സ്നേഹം കൊണ്ട് അനേകരെ മാറ്റിയെടുക്കാൻ പറ്റും. നമുക്കതിന് കഴിയുമോ? സ്നേഹിക്കാൻ, ആത്മാർത്ഥമായി സ്നേഹിക്കാൻ, മുറിവേറ്റവരെ മുറിവ് കിട്ടുവാൻ, അവരെ വളർത്തിയെടുക്കാൻ, ഉയർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ? എങ്കിൽ നമ്മുടെ ജീവിതം അർത്ഥപൂർണമാകും. മുറിവേറ്റ ഒരുപാട് ആളുകളുണ്ട്. ആരെങ്കിലുമൊക്കെ അവരെയും സ്നേഹിക്കണ്ടേ? മനസ്സ് തുറന്ന് സ്നേഹിക്കാം. ചിലരൊക്കെ ജീവിതത്തിലേക്ക് മടങ്ങി വരട്ടെ.